1010 അതിൻ്റെ ടൂസ് കോംപ്ലിമെൻ്റ് എന്ന് പറയുമ്പം ആൻസർ വരേണ്ടത് ഇതാണ് നിങ്ങൾക്ക് കിട്ടേണ്ട ആൻസർ. അപ്പോൾ അത് മനസ്സിൽ വെച്ചേക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ Q0 എന്ന് പറഞ്ഞ സ്റ്റേറ്റിലിരുന്ന് ഇവിടെ നിന്ന് തുടങ്ങും. Q0 എന്ന് 1 കാണുമ്പോൾ 1നെ അങ്ങനെ തന്നെ നിർത്തിക്കൊണ്ട് എന്ത് ചെയ്യണം? 1നെ അങ്ങനെ തന്നെ നിർത്തിക്കൊണ്ട് റൈറ്റിലേക്ക് പോവാം. ഇവിടെ 0 ഉണ്ട്, 0 അങ്ങനെ തന്നെ നിർത്തിക്കൊണ്ട് റൈറ്റിലേക്ക് പോയി. അങ്ങനെ എവിടം വരെ പോകണം? ബി വരെ പോകണം. അങ്ങനെ ബി എത്തിക്കഴിയുമ്പം ഇവിടെ എത്തിക്കഴിയുമ്പോൾ പിന്നെ എങ്ങോട്ടാ? ലെഫ്റ്റ് മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ബി എത്തിക്കഴിയുമ്പോൾ ബിയെ അങ്ങനെ തന്നെ നിർത്തിക്കൊണ്ട് ലെഫ്റ്റിലേക്ക് പോകണം. ലെഫ്റ്റിലേക്ക് പോകുന്ന സ്റ്റേറ്റ് Q1. ഇനി ബിയുടെ തൊട്ടിപ്പുറത്ത് 0 ആണെങ്കിൽ ആ 0 അങ്ങനെ തന്നെ നിർത്തിക്കൊണ്ടാണ് നമ്മൾ എങ്ങോട്ട് പോകുന്നത്? ലെഫ്റ്റിലോട്ട് പോകുന്നത്. അപ്പോൾ ബിയുടെ തൊട്ടിപ്പുറത്ത് 0 ആണെങ്കിൽ 0യെ അങ്ങനെ തന്നെ നിർത്തിക്കൊണ്ട് ലെഫ്റ്റിലോട്ട് പോയി. അത് കഴിഞ്ഞിട്ട് 1 കാണുമ്പം 1 എന്ത് ചെയ്യും? 1നെ അങ്ങനെ തന്നെ നിർത്തിക്കൊണ്ട്, അതായത് ബിയുടെ ഇപ്പുറത്ത് 0 ആണെങ്കിൽ 0യെ അങ്ങനെ തന്നെ നിർത്തിക്കൊണ്ട് ലെഫ്റ്റിലോട്ട് പോകും. പിന്നെ 1നെ കാണും, 1നെ അങ്ങനെ തന്നെ നിർത്തിക്കൊണ്ട് എങ്ങോട്ട് പോകും? ലെഫ്റ്റിലോട്ട് പോകും. 1നെ അങ്ങനെ തന്നെ നിർത്തിക്കൊണ്ട് ലെഫ്റ്റിലോട്ട് പോയി Q2ലെത്തി. അതിനുശേഷം, അതായത് ബി കഴിഞ്ഞിട്ട് ആദ്യത്തെ 1ന് ശേഷം സംഭവിക്കുന്നവർക്കൊക്കെ എന്താണ് വരുത്തേണ്ടത്? ചേഞ്ചസ് വരുത്തണം. അതായത് ഇവരുടെ കോംപ്ലിമെൻ്റ് എടുക്കണം. അതായത് ഇത് കഴിഞ്ഞ് 1നെ നമ്മൾ അങ്ങനെ തന്നെ നിർത്തി ലെഫ്റ്റിലോട്ട് പോകുന്നു. അത് കഴിഞ്ഞ് 0 കാണുമ്പോൾ എന്ത് ചെയ്യണം? 0യുടെ കോംപ്ലിമെൻ്റ് എടുത്ത് വീണ്ടും ലെഫ്റ്റിലോട്ട് ഇവിടെ എത്തും. പിന്നെ എന്ത് ചെയ്യണം? 1ൻ്റെ കോംപ്ലിമെൻ്റ് എടുത്ത് ലെഫ്റ്റിലോട്ട് പോകണം. അങ്ങനെ എവിടെ എത്തും? നമുക്ക് ഇതിൻ്റെ സ്റ്റേറ്റിൻ്റെ പേരിടാം. ഇത് ലൂപ്പാണ്. അത് കഴിഞ്ഞ് നമ്മൾ ബ്ലാങ്ക് എത്തിക്കഴിയുമ്പം നമുക്ക് എന്താ? ഇത് സ്റ്റോപ്പ് ചെയ്യാം. ഇനി ഇത് സെയിം ട്രാൻസിഷൻ ഡയഗ്രാം വേറൊരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് നോക്കാമല്ലോ. B 1 0 1 ബ്ലാങ്ക്. അപ്പോൾ എന്താണ്? ഫസ്റ്റ് Q0 എന്ന് സ്റ്റാർട്ട് ചെയ്ത് 1നെ കണ്ടു. 1നെ കണ്ടാൽ 0യെ കണ്ടാൽ എന്താണ്? റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അങ്ങനെ ബ്ലാങ്ക് കണ്ടു. നമ്മൾ എവിടെ എത്തി? ബ്ലാങ്ക് കണ്ട് Q1ലെത്തി. Q1ൽ നിന്ന് 1 കണ്ടാൽ എന്താ? ബ്ലാങ്കിൻ്റെ തൊട്ടിപ്പുറത്ത് 1 കണ്ടാൽ ആ 1 അങ്ങനെ തന്നെ വെക്കണം. അപ്പോൾ Q1ൻ്റെ തൊട്ടിപ്പുറത്ത് 1നെ കണ്ടു. 1 അങ്ങനെ തന്നെ വെച്ചുകൊണ്ട് നമ്മൾ എവിടെ പോയി? ലെഫ്റ്റിലേക്ക് പോയി. സ്റ്റേറ്റ് ചേഞ്ച് ചെയ്ത് Q2 ആയി. Q2ൽ 0യെ കണ്ടാൽ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത്? ഈ 1 അങ്ങനെ തന്നെ വരും. Q2ൽ 0 കണ്ടു കഴിഞ്ഞാൽ 1 ആക്കണം. Q2ൽ 0 കണ്ടു കഴിഞ്ഞാൽ 1 ആക്കണം. Q2ൽ ഇരുന്നുകൊണ്ട് തന്നെ 1 കണ്ടാൽ എന്ത് ചെയ്യണം? 0 ആക്കണം. Q2ൽ ഇരുന്ന് 1 കണ്ടു കഴിഞ്ഞാൽ 0 ആക്കണം. അത് കഴിഞ്ഞ് Q2ൽ നിന്ന് പിന്നെ എങ്ങോട്ടായി? ലെഫ്റ്റ് മൂവ്മെൻറ്റ് ഇങ്ങനെ പോയി ബ്ലാങ്കിലെത്തുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് അക്സെപ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ നമ്മുടെ ആൻസർ കിട്ടി. നമുക്ക് ട്യൂറിംഗ് മെഷീൻ സ്റ്റോപ്പ് ചെയ്യാം. നമ്മളെടുത്ത ഇൻപുട്ട് 101 ആണ്. അതിൻ്റെ ടൂസ് കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ആൻസർ? 011. അപ്പം നിങ്ങൾ എക്സാമിന് ഈ ട്രാൻസിഷൻ ഡയഗ്രാം മാത്രം വരച്ചാൽ പോരാ, കൂടാതെ ഒരു ട്രാൻസിഷൻ ടേബിളും കൂടെ എഴുതണം. ട്രാൻസിഷൻ ടേബിൾ എഴുതുന്നത് എങ്ങനെ ആയിരിക്കും? എത്ര സ്റ്റേറ്റ് ഉണ്ട്? Q0 Q1 Q2 Q അക്സെപ്റ്റ് അല്ലെങ്കിൽ Q3. പിന്നെ റീഡ് ചെയ്യുന്ന സിമ്പിൾസ് ആരൊക്കെയാണ്? 0 1 ബ്ലാങ്ക്. 0 ഉണ്ട്, 1 ഉണ്ട്, ബ്ലാങ്ക്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന മൂവ്. Q0ൽ നിന്ന് 0 കാണുമ്പോൾ നമ്മൾ എന്താ ചെയ്തത്? Q0ൽ നിന്ന് 0 കാണുമ്പോൾ Q0ൽ തന്നെയാണ് ഇരുന്നത്. Q0ൽ തന്നെ ഇരുന്നു, 0യെ അങ്ങനെ തന്നെ വെച്ചു, പിന്നെ റൈറ്റിലോട്ട് മൂവ് ചെയ്തു. ഇത് ഞാൻ നോട്ടിൽ എഴുതിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒന്നെങ്കിൽ ഇങ്ങനെ എഴുതണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഇൻസ്റ്റൻറ്റേനിയസ് ഡിസ്ക്രിപ്ഷൻ. ഇത് നമ്മൾ തുടക്കം പറഞ്ഞിട്ടുള്ളതാണ്. ഇങ്ങനെ എഴുതി പോകണം. ട്രാൻസിഷൻ ഡയഗ്രാം വരയ്ക്കണം. ഒന്നെങ്കിൽ ഇൻസ്റ്റൻറ്റേനിയസ് ഡിസ്ക്രിപ്ഷൻ എഴുതണം, അല്ലെങ്കിൽ എന്ത് വരയ്ക്കണം? ട്രാൻസിഷൻ ടേബിൾ. എനിക്ക് തോന്നുന്നു ഇതും ചെയ്യുന്നതായിരിക്കും എളുപ്പമെന്ന്. അപ്പോൾ ഏത് ക്വസ്റ്റ്യൻ, ഇപ്പം നോട്ടിൽ ഞാൻ ജസ്റ്റ് ട്രാൻസിഷൻ ഡയഗ്രാമും പിന്നെ ഒരു എക്സാമ്പിൾ ഇൻസ്റ്റൻറ്റേനിയസ് ഡിസ്ക്രിപ്ഷനാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ എക്സാമിന് ചെയ്യുമ്പോൾ ട്രാൻസിഷൻ ഡയഗ്രാമും പിന്നെ ഈ ട്രാൻസിഷൻ ടേബിളും വരയ്ക്കാൻ നോക്കുക. അതായിരിക്കും ഈസി. അപ്പം ടൂസ് കോംപ്ലിമെൻ്റ് എത്തുന്ന മനസ്സിലായല്ലോ. ആദ്യം തന്നെ ഫുൾ റൈറ്റിലേക്ക് പോവുക, എന്നിട്ട് ബ്ലാങ്ക് എത്തിക്കഴിയുമ്പോൾ ലെഫ്റ്റിലോട്ട് സ്റ്റാർട്ട് ചെയ്യണം. അപ്പം ആദ്യത്തെ 1 കാണുന്നവരെ ബിയുടെയും 1ൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയുണ്ടോ അത് അങ്ങനെ തന്നെ വെക്കുക. അത് കഴിഞ്ഞിട്ട് 1ന് ശേഷം വരുന്ന ലെഫ്റ്റ് സിമ്പിൾസിനൊക്കെ എന്ത് ചെയ്യണം? കോംപ്ലിമെൻ്റ് എടുക്കണം. അത് അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ടൂസ് കോംപ്ലിമെൻ്റ് കിട്ടും.